ഓ മൈ ഗോഡ്, ഇവനെ എനിക്കറിയാം. ആരാണിവൻ? അതിക്രൂരനായൊരു കടുവയാണിവൻ. ചോര കണ്ടറപ്പ് മാറിയവൻ. ഇവന്റെ പേര് കേട്ടാൽ കിണ്ണാകൃതിക്കാട് ഞെട്ടിവിറയ്ക്കും. എന്താണ് ഇവന്റെ പേര്? അനൂപ്. അനൂപോ? ഓ ഗോഡ്, ഞാൻ കേട്ടിട്ടുണ്ട്. ഇയാൾ എന്തിനീ പാവം വൈദ്യനെ കിഡ്നാപ്പ് ചെയ്തു? അറിയില്ല. ഇത്രയും വേഗം അവനെ അറ്റാക്ക് ചെയ്യൂ ബോസ്. അവനൊരു കടുവയാണ്. അതിനെന്താ, ബോസും ടൈഗർ അല്ലേ? അവന്റെ കയ്യിൽ തോക്കുണ്ട്. ബോസിന്റെ കയ്യിലും തോക്കുണ്ടല്ലോ. തിരക്കിനിടയിൽ തോക്കെടുക്കാൻ മറന്നു. അടിപൊളി. ഇനി എന്ത് ചെയ്യും? നമ്മേക്കാൾ ശക്തരോട് ആയുധമില്ലാതെ ഏറ്റുമുട്ടാൻ പോകരുതെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ആരും തന്നെ രക്ഷിക്കാൻ വരില്ല. നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്നെ എന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ ചികിത്സിച്ച ഏതെങ്കിലും രോഗിയാണോ നിങ്ങൾ? എന്ത് കാരണത്താലാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഇങ്ങനെ നിലവിളിക്കണ്ട. ഞാൻ തന്നെ കൊല്ലാനൊന്നും കൊണ്ടുവന്നതല്ല. ചെറിയൊരു വിലപേശൽ, അത്രമാത്രം. വിലപേശലോ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ നിങ്ങളുടെ കാട്ടുരാജാവിൻ്റെ പോലീസ് ജയിലിലാക്കിയിട്ടുണ്ട്. അയാളെ വിട്ടുകിട്ടുന്നതുവരെ ഞാൻ നിങ്ങളെ ബന്ദിയാക്കും. കാട്ടുരാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ വിവരമറിയിച്ചു കഴിഞ്ഞു. എപ്പോൾ എൻ്റെ കൂട്ടാളിയെ വിട്ടുകിട്ടുന്നുവോ അപ്പോൾ ഞാൻ നിങ്ങളെ വിട്ടയക്കും. ഓഹോ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അതാണ് മിനിസ്റ്റർ എന്നെ നേരിട്ട് വിളിച്ചു പറഞ്ഞതിന്റെ കുട്ടൻസ്. ഏതോ കൊടും ക്രിമിനലിനെ വിട്ടുകിട്ടാൻ വേണ്ടിയാണ് ഇവൻ വൈദ്യരെ തട്ടിയെടുത്തത് അല്ലേ? അതെ. പക്ഷേ എന്തിനാണ് ഇയാൾ വൈദ്യരെ കരുവാക്കി? ഇതിലും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ തട്ടിയെടുത്തിരുന്നെങ്കിൽ ഇയാളുടെ വിലപേശലിന് കുറച്ചുകൂടെ ബലമുണ്ടാകുമായിരുന്നില്ലേ? നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എന്ത് വില കൊടുത്തും വൈദ്യരെ രക്ഷിക്കണമെന്നാണ് കൊട്ടാരത്തിൽ നിന്നും മന്ത്രി എന്നെ അറിയിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കും മനസ്സിലാവുന്നില്ല. അനൂപ് ആവശ്യപ്പെട്ടത് പ്രകാരം കാട്ടുരാജാവ് ആ കൊടും ക്രിമിനലിനെ വിട്ടുകൊടുക്കുമോ? ആ ക്രിമിനലിനെ വിട്ടുകൊടുക്കാൻ കാട്ടുരാജാവിന് പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ നമ്മെ എങ്ങോട്ട് പറഞ്ഞേക്കില്ലായിരുന്നല്ലോ. നേരാണ്. അതായത് ഉണ്ണിവൈദ്യരുടെ ജീവനിപ്പോൾ നമ്മുടെ കയ്യിലാണ്. ഇതൊരു സുവർണാവസരമാണ്. കാട്ടുരാജാവിന് മുന്നിൽ നമ്മുടെ കഴിവ് തെളിയിക്കാൻ ഇത് തന്നെ അവസരം. അനൂപ് കടുവയെന്ന ഈ കൊടും ക്രൂരന്റെ കയ്യിൽ നിന്നും വൈദ്യരെ രക്ഷിച്ചാൽ നമ്മുടെ ഗ്രാഫ് ഉയരും. പക്ഷേ അതെങ്ങനെ? അതെ ബോസ്. ബോസ്, ഞാനൊരു കളി കളിക്കുകയാണ്. കൂടെ നിന്നോണം. എന്ത് കളി? ഇത്ര നേരമായിട്ടും എന്റെ കൂട്ടാളി എത്തിയില്ലല്ലോ വൈദ്യരെ. അതോ ഇനി വൈദ്യരെ മരണത്തിന് വിട്ടുകൊടുക്കാൻ കാട്ടുരാജാവ് തീരുമാനിച്ചോ? എവിടെ വൈദ്യരെ എന്റെ കൂട്ടുകാരൻ? എവിടെയവൻ? ഇത് തന്നെ അവസരം. കുറി അവൻ രക്ഷപ്പെട്ടു. ഒരിക്കൽ അവൻ എന്റെ കയ്യിൽ കിട്ടും. ഔ, നിങ്ങൾ തക്ക സമയത്താണ് വന്നത്. എന്റെ ജീവൻ രക്ഷിച്ചതിന് ഞാൻ നിങ്ങൾക്ക് എന്താണ് തരേണ്ടത്? അത് ചോദിച്ചോളൂ. നിങ്ങളിപ്പോൾ എന്ത് ചോദിച്ചാലും ഞാൻ തരും. എന്നാൽ ധൈര്യമായി ചോദിക്കൂ ബോസ്. അത് എനിക്കെന്തോ ഒരു ചമ്മൽ പോലെ. ചോദിക്കടോ. എനിക്ക് ആ നീല ഗുളിക വേണം. നീല ഗുളികയോ? അതെ വൈദ്യരെ, വയറിളക്കത്തിനുള്ള നീല ഗുളികയല്ലേ? അത് തന്നെ. ഞങ്ങൾക്കത് മാത്രം മതി.